കേൾക്കരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഓടി വന്നത്. കേൾപ്പിച്ചു കൊറണ ഡയറക്ടേഴ്സൊക്കെ ഇവിടെ അടുത്ത കാലത്ത് പിന്നെ ഇതാ മലയാളത്തിന്റെ അപരാധം നമ്മളെയാണല്ലോ മച്ചമ്പി. വേറെ അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഭൂമി കുലുങ്ങും തിയേറ്റർ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നല്ല സിനിമ. സിനിമ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരങ്ങ് തീരുമാനിക്കും ഇന്നാണ് സിനിമ. ഈ അടുത്ത് ഗിരീഷ് ഷെഡി കഴിഞ്ഞ ദിവസം കണ്ട് പറഞ്ഞ കാര്യം. പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടും, ആള് വരും. പടം മോശമാണെങ്കിലും നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോങ്ങ ഇരുന്നിട്ട് ക്യാപ്സ്യൂൾ ഇറക്കാം. അയ്യോ ഇത് മുത്തശ്ശി കഥയായിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് ഇത് ബോധം വന്നത് മുത്തശ്ശി കഥയായിരുന്നേന്ന് വാലിബിന് ഇറക്കിയപ്പോഴും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഇത് ഈസോപ്പ് കഥയാണ്, മുത്തശ്ശി കഥയാണ്. ഇത് അങ്ങനെയല്ല ഈ സിനിമ കാണേണ്ടത്, ഇങ്ങനെയല്ല. ഇത് എങ്ങനെ സിനിമ കാണണമെന്ന് സിനിമാക്കാർ പഠിപ്പിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. അതുപോലെ ഈ സമയം പ്രണമയോ കണ്ടപ്പോൾ എനിക്ക് നാച്ചുറലി തോന്നി ഒരു മാന്ത്രിക നോവൽ വായിക്കും പോലെ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ പോലെ എനിക്ക് നാച്ചുറലി ഫീൽ ചെയ്തു. ഒരാളെ ഇംപ്രസ് ചെയ്യിക്കണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല, ഇങ്ങനെ കിടന്ന് മോങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ആർക്കും അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഈ മുത്തശ്ശി കഥയുടെ പരിപാടിയാണ് ഓർമ്മ വന്നത്. ഈ കഥാപാത്രങ്ങൾ നല്ല ആക്ടേഴ്സ് ആരൊക്കെ തന്നെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഇതേ ക്വാളിറ്റി തന്നെ പുലർത്തും. വേറെ ലെവല് വേറെ 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 മാതിരി ആക്കുന്നത് ഒറ്റ പേരാണ് മമ്മൂക്ക. അതിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വേഷം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന മനസ്സിനെ സമ്മതിക്കണം. അതാണ് ആർട്ടിസ്റ്റ്. മുൻപ് അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. പുതിയൊരു മമ്മൂക്കയെ തന്നെ കാണാൻ പറ്റൂല. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നോട്ടബിൾ ക്യാരക്ടേഴ്സിൽ ഒന്നായിട്ട് ഇത് എക്കാലം ഓർമ്മിക്കപ്പെടും. മഴയുള്ള ഒരു രാത്രി ഒറ്റയ്ക്കിരുന്ന ഒരു മാന്ത്രിക നോവൽ വായിക്കുന്ന പോലെ സുഖം തോന്നിയിട്ടുള്ള ഒരു സിനിമ. പക്ഷെ ലാലേട്ടൻ പ്രമോദം ചെയ്തെങ്കിൽ ഏക്കൂലായിരുന്നു. അല്ലല്ലേ, എനിക്ക് ഈ റോള് മമ്മൂട്ടിക്ക് വരാൻ മോളെ ചെയ്ത് നന്നായിട്ട് എനിക്ക് തോന്നുന്നു. എവിടെ ശരിയായി ശരിയാവില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.